നമ്മൾ അന്നജം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കരളിലെ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. ആദ്യത്തെ 1-2 ആഴ്ച ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ശരീരത്തിൽ കണ്ടെന്ന് വരില്ല. 3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. നമ്മുടെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ തന്നെ, ആർട്ടിസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ 1-2 മാസം കൊണ്ട് തന്നെ എളുപ്പം വെയിറ്റ് കുറച്ച് ആ ഒരു ഡ്രിങ്ക് എന്താണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഡ്രിങ്ക് നമ്മുടെ വെയിറ്റ് ലോസിന് സഹായകരമാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക്. ഈവൻ സിനിമാ നടന്മാർ പോലും ഇത് ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ശരീരം ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അത് ഗ്ലൂക്കോസ് ഊർജ്ജമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ച് ബാക്കി എല്ലാം തന്നെ കൊഴുപ്പായിട്ട് ലിവറിൽ പോയിട്ട് അടിഞ്ഞുകൂടും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്? ചിലർക്ക് പച്ചവെള്ളം കുടിച്ചാൽ തന്നെ തടിക്കുന്ന പ്രകൃതം ഉള്ളവരും ഉണ്ട്. ഇനി വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഫുള്ള് ഒഴിവാക്കുക തന്നെ വേണോ? അല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം എത്തിച്ചേർന്ന ഉടനെ തന്നെ ഇൻസുലിൻ ആക്ഷനിൽ വരും. ഇത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റുകയും ചെയ്യും, നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം എത്തിക്കുകയും ചെയ്യും. എന്നാൽ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ്, അതായത് നമ്മൾ അന്നജം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കരളിലെ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പം ഇതാണ് ക്രമേണ നമുക്ക് തടി കൂടാനായിട്ട്, അതിനുശേഷം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലും ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാനായിട്ട് തുടങ്ങും. നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിലാവുന്ന സമയത്ത് ആദ്യം കുറയുന്നത് നമ്മുടെ അവയവങ്ങളിലെ ചുറ്റിലുമുള്ള കൊഴുപ്പാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ച ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ശരീരത്തിൽ കണ്ടെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു ഭയങ്കര ഊർജ്ജമുള്ള പോലെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിന് കാരണം നമ്മുടെ അവയവങ്ങളെ ചുറ്റുമുള്ള കൊഴുപ്പാണ് ആദ്യം അലിയിച്ച് കളയുന്നത്. അതിനുശേഷമാണ് സ്കിന്നിന് താഴെയുള്ള കൊഴുപ്പുകൾ അലിയിച്ച് കളയാനായിട്ട് തുടങ്ങുന്നത്. പൊതുവെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഉള്ളവരെല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനാണ്. കാരണം ഇവർ നല്ല ഭക്ഷണം കഴിച്ച് ശീലമുള്ളവരായിരിക്കും ചിലർ. അപ്പോൾ അപ്പിറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, അവരുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഭക്ഷണം ഫുള്ള് ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഡയറ്റിനോട് പലർക്കും താല്പര്യമില്ല എന്ന് തന്നെ പറയാറുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ 3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. എന്നാൽ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് കാലറിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അതായത് ഒരു ദിവസം നമ്മൾ 1200 അല്ലെങ്കിൽ 1100 കിലോ കാലറിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 3 ആയിട്ട് വിഭജിച്ച് 3 നേരത്തിൽ എടുക്കാം. അതിൽ തന്നെ അന്നജം പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഇലക്കറികളും ചീര, പച്ചക്കറി ഇതൊക്കെ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫ്രൂട്ട്സുകൾ എടുക്കാം, പക്ഷേ അധികം ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ കേരളീയരുടെ പ്രിയമായിട്ടുള്ള നേന്ത്രപ്പഴം, ചക്ക, മാങ്ങ, പഴുത്ത മാങ്ങ ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതാണ്, പെട്ടെന്ന് തന്നെ തടി കൂടാനായിട്ടൊരു കാരണമാണ്. അതേപോലെ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് ഇതും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാൽ ഈ കുക്കുംബർ എന്ന് പറയുന്ന കക്കരിക്ക, അതിനൊക്കെ 0 കാലറിയാണുള്ളത്. വാട്ടർ മെലൺ എന്ന് പറയുന്ന ബെത്തക്ക, തണ്ണിമത്തൻ ഇതിലും കാലറി കണ്ടൻറ്റ് കുറവാണ്. പക്ഷേ ഷുഗർ ഉള്ളവർ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. വെയിറ്റ് ഗെയിൻ ആവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു വാട്ടർമെലൻ എന്ന് പറയുന്ന ബെത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ കുക്കുംബർ എന്ന് പറഞ്ഞ കക്കരിക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 0 കാലറിയാണ്. അതായത് ഒരു 2 ബൗളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 15 കിലോ കാലറി കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വയറ് ഫില്ലിങ്ങും ആണ്, ഫൈബർ റിച്ചും ആണ്, എന്നാൽ വെയിറ്റ് ലോസിന് ഏറ്റവും സഹായകരമാവുന്ന ഒന്നുമാണ്. ഇനി നമ്മളൊരു ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാജിക് ഡ്രിങ്ക്. നമ്മുടെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ തന്നെ, ആർട്ടിസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ 1-2 മാസം കൊണ്ട് തന്നെ എളുപ്പം വെയിറ്റ് കുറച്ച് ആ ഒരു ഡ്രിങ്ക് എന്താണെന്ന് പറഞ്ഞിട്ട്. നമ്മളിൽ പലരും കോഫി കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ. കോഫി കുടിക്കാൻ ഇഷ്ടമാണ്, ചായ കുടിക്കാൻ ഇഷ്ടം. കോഫിയിലെ കഫെയിൻ കണ്ടന്റ് ഉണ്ട്, ക്ലോറോജനിക് ആസിഡ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഗോൾഡൻ കോഫി എന്ന് പറയും, അതായത് നമ്മുടെ മഞ്ഞളിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കുർക്കുമിനാണ്. അതിലടങ്ങിയിട്ടുള്ള ഒരു ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. ഈ കുർക്കുമിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു ഗോൾഡൻ കോഫി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ്. ഫാറ്റ് ബേൺ ചെയ്യാൻ വളരെയധികം സഹായമാണ്. ഇത് വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല, ഫാറ്റി ലിവർ കുറയ്ക്കാനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. 2 നേരം 3 നേരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കോഫിയുടെ കൂടെ കുർക്കുമിൻ ആഡ് ചെയ്തിട്ട്, അതായത് മഞ്ഞൾ ആഡ് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതാണ്. കാരണം മഞ്ഞൾ മാത്രമായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ആക്ഷനേക്കാളും ഇരട്ടി ആക്ഷൻ കൂടുതലാണ്
ഈ ഒരു ക്ലോറോജനിക് ആസിഡ്, അതായത് കോഫി കഫൈൻ കണ്ടൻറ്റും കൂടെ രണ്ടും മിക്സപ്പ് ആയിട്ട് എടുക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. മെറ്റബോളിസം റേറ്റ്, നമ്മുടെ ശരീരത്തിന് കൊഴുപ്പിനെ അലിയിച്ച് കളയാനുള്ള മെറ്റബോളിസം റേറ്റും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റമുണ്ടാവും. അപ്പോൾ പൊതുവെ ഫിലിം ആക്ട്രസും അതേപോലെ ആക്ടേഴ്സും ഒക്കെ ഒരു ക്യുക്കായിട്ടുള്ള വെയിറ്റ് ലോസ് ജേണിയിലോട്ട് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് അവർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ്, 1 meal a day ഒമാഡ് എന്നുള്ള ഒരു ഡയറ്റ് പാറ്റേൺ. ഒരു നേരം മാത്രം കഴിക്കാം, കാലറി നല്ലോണം കുറച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ടൈമിലൊക്കെ കൂടുതലും ഈ കക്കരിക്ക അതേപോലെ തന്നെ നമ്മുടെ ഈ ഗോൾഡൻ കോഫി അതും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആക്ഷനാണ്. വെയിറ്റ് ലോസ്, ഫാറ്റ് പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. ഈ 1 meal a day എന്ന് പറയുന്നത് ആ ടൈമിലും അന്നജം പരമാവധി കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ചുകൂടി കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുന്ന ടൈമിൽ നമുക്ക് മസിൽസ് ആണ് അവിടെ ബിൽഡ് ആവുന്നത്, അവിടെ കൊഴുപ്പല്ല ഡെപ്പോസിറ്റ് ആവുന്നത്. നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് ഒഴിവാക്കണം, അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കണം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ തടി മാക്സിമം കൂടാനായിട്ടുള്ള റീസൺ ഫാറ്റ് അല്ല, എന്നാൽ ഫാറ്റായിട്ട് കൺവേർട്ടായി ചെയ്യപ്പെടുന്ന അന്നജം, അരിഭക്ഷണമാണ് നമ്മൾ 3 നേരം കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്, കൊഴുപ്പായിട്ടാണ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഒട്ടുമിക്ക മലയാളികൾക്കും grade 1 grade 2 ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. 3 നേരം അരിഭക്ഷണം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരു നേരത്തേക്ക് മാത്രം അരിഭക്ഷണമാക്കുക. വേറൊരു നേരം സാലഡ്സ്, ചിക്കൻ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് സാലഡ്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കൂടുതലും കഴിക്കേണ്ടത്. നാരുകൾ അധികം അടങ്ങിയിട്ടുള്ളതും കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനിമൽ പ്രോട്ടീൻ, ജിമ്മിന് വർക്കൗട്ടിന് പോകുന്നവർക്കാണ് അനിമൽ പ്രോട്ടീൻ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുക. പയറ് വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ചെറുപയർ നല്ല ഹെൽത്തിയാണ്. ചെറുപയർ നമുക്ക് ഈക്വലി തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. വെയിറ്റ് ലോസ് ജേണിയിലുള്ളവർ ചീറ്റ് ഡേ എന്ന് പറയും. നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം മാത്രം നമുക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ വാട്ടെവർ ബി നമുക്കിഷ്ടമുള്ളത് കഴിക്കാം എന്നുള്ളൊരു 1 day ചീറ്റിംഗ് ഡേ വെക്കാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. കാരണം അത് ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇഫക്റ്റീവായിട്ട് അടുത്ത വീക്ക് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വളരെയധികം സഹായകരമാണ്. എന്നാൽ ഈ ചീറ്റ് ഡേ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അത്ര നല്ലതല്ല. അതേപോലെ ഓയിലി ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡും ഓയിലി ഫുഡും. കാരണം ഞാൻ പല വീഡിയോക്കളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു 5 ml അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഓയിലിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 55 kcal അതിൽ കണ്ടൻറ്റ് വരുന്നു. അപ്പോൾ ഓയിൽ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിപ്പോൾ ഓലിവ് ഓയിൽ ആണെങ്കിലും അതേപോലെ തന്നെ വെളിച്ചെണ്ണയാണെങ്കിലും റിഫൈൻഡ് ഓയിൽ ആണ് എന്നുണ്ടെങ്കിലും സെയിം ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓയിലി ഫുഡ് ഒഴിവാക്കിയിട്ട് എയർ ഫ്രയറിലൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആവിയിൽ വേവിച്ചത് സ്റ്റീംഡ് ആയിട്ടുള്ള പച്ചക്കറികളാണെങ്കിലും ഇലക്കറികളും നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്താണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പച്ചക്കറികളും ഇലക്കറികളും കഴിക്കണമെന്ന്. എന്നാൽ ഈ പച്ചക്കറികളിലും ഇലക്കറികളും കുറേ എണ്ണ, ഓയിൽ ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് പച്ചക്കറികൾ വേവിച്ചതും അതേപോലെ വേവിക്കാത്തതും രണ്ടും മിക്സപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. എണ്ണയിൽ വറുത്തതായിട്ടുള്ള അങ്ങനെ ഉപ്പേരികൾ, വറുത്തത്, കായ വറുത്തത് അതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് വെയിറ്റ് കൂടാനാണ് കാരണമാവുള്ളൂ, അല്ലാതെ വെയിറ്റ് കുറയാനായിട്ട് ഒരിക്കലും കാരണമാവില്ല. റെഡ് മീറ്റ്സ് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യണം. ഫാറ്റി ലിവർ ഉള്ളവരിൽ നമ്മൾ അന്നജം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് റെഡ് മീറ്റ്. എന്നാൽ ചിക്കൻ ലീൻ പ്രോട്ടീനാണ്. അപ്പോൾ അത് വൈറ്റ് മീറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് എളുപ്പം ഫാറ്റ് ഡെപ്പോസിഷനിൽ വരില്ല, നമുക്കതൊരു പ്രോട്ടീൻ ആയിട്ടാണ് കൂടുതൽ. അപ്പോൾ മസിൽസൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ചിക്കൻ എടുക്കുന്നതെന്ന് പറയുന്നത്. ചിക്കനിൽ തന്നെ തൊടയുടെ പോർഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ സ്കിന്നോട് കൂടിയിട്ടുള്ളതൊക്കെ കൂടുതലായിട്ടും അതിൽ ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കിയിട്ട് അതിൻ്റെ ചെസ്റ്റ് പോർഷൻ കൂടുതൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാലറി കണ്ടൻറ്റ് കുറവാണ്. കാരണം ചിക്കൻ്റെ ഓരോ പോർഷനിലും ഓരോ ടൈപ്പ് കാലറിയാണ് അതിൻ്റെ ഇൻടേക്ക്. അപ്പോൾ ചെസ്റ്റ് പോർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലറി കുറവായിരിക്കും, എന്നാൽ പ്രോട്ടീൻ ആയിരിക്കും അതിൻ്റെ ആ ഒരു അളവ് കൂടുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സാലഡുകൾ പരമാവധി സ്വീറ്റ് കോണൊക്കെ ഉപയോഗിച്ചിട്ട്, അതേപോലെ ലെറ്റ്യൂസ്, പച്ചക്കറികൾ, അതേപോലെ ഇലക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട്, ഒപ്പം തന്നെ നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചതൊക്കെ മിക്സ് ചെയ്തിട്ട് ഹോം മെയ്ഡ് മയണൈസ്, അതും കാലറി കണ്ടൻറ്റ് കുറവായിട്ടുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ്. മുട്ട വേവിച്ചടിച്ച് അങ്ങനെയും ഉപയോഗിക്കാം. ഇങ്ങനെ സാലഡുകൾ നമുക്ക് ഈവനിങ് ടൈമിൽ എടുക്കുന്ന ടൈമിൽ ഫില്ലിങ്ങും ആയിരിക്കും. മാത്രമല്ല അടുത്ത ദിവസത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതും കുറയാനായിട്ട് സഹായിക്കും.
ഈ ഒരു ഞാൻ പറഞ്ഞ ഗോൾഡൻ കോഫി എന്ന് പറയുന്നത് ഫാറ്റി ലിവർ, വെയിറ്റ് ലോസ്, അതേപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ട്രൈഗ്ലിസറൈഡ് ലെവൽ. കാരണം ഫാറ്റി ലിവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വാല് പോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടും. ഷുഗറും ട്രൈഗ്ലിസറൈഡും ഫാറ്റും ഇത് മൂന്നും തന്നെ ലിങ്ക്ഡ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നവർക്ക് ടെർമിനാലിയ അർജുന എന്ന് പറയുന്ന നീർമരുന്നിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെഡിസിൻസ് വളരെയധികം ഇഫക്റ്റീവാണ് ട്രൈഗ്ലിസറൈഡ്സ് കുറച്ച് കൊണ്ടുവരാനായിട്ട്. അതേപോലെ ഫാറ്റി ലിവറും കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ഈ ഒരു ഗോൾഡൻ കോഫി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ കാലറി ഇൻടേക്ക് എത്ര എടുക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.